ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്റ്റൈൽ സ്നാക്സ് റെസിപ്പിയാണ് കലത്തപ്പം. ഇതിനായി അരി കുതിർത്തി അരക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അരിപ്പൊടി വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം. നല്ല ഈസിയാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള നല്ല ആരെടുത്ത് കലത്തപ്പം തയ്യാറാക്കാം. കലത്തപ്പത്തിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു 3 ഏലക്കായ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മൾ ഏത് കപ്പിലാണ് അരിപ്പൊടി എടുത്തത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി വേണ്ടത് ശർക്കരയാണ്. ഞാൻ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, വലിയ 2 അച്ച് ശർക്കര. ഇനി ഇതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചൂടോട് കൂടി തന്നെ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ചൂടോട് കൂടി തന്നെ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ചൂടുള്ള ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് കലത്തപ്പം നല്ല ആരെടുത്ത് വരുന്നത്. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. ഈ ശർക്കരയുടെ ചൂട് എല്ലാ ഭാഗത്തും ഈവനായി സ്പ്രെഡ് ആവണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ വെച്ചിട്ട് ഓരോ ടീസ്പൂൺ വീതം നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. സാധാരണ കുക്കറിലാണ് കലത്തപ്പം ഉണ്ടാക്കാറ്. സ്റ്റീലിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടി കട്ടിയുള്ള കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അലുമിനിയം കുക്കറിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ കലത്തപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോരി മാറ്റി വയ്ക്കാം. നമ്മുടെ കലത്തപ്പത്തിന് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 മിനിറ്റ് സമയം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കണം. എന്നിട്ട് നമ്മുടെ മിക്സ് നന്നായി ഇളക്കിയിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നേരത്തെ കോരി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഉള്ളിയുടെയൊക്കെ മിക്സ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കൂടി കുക്കർ ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി വിസിലെടുത്ത് മാറ്റിയതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കാം. കറക്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒരു 1.5 മിനിറ്റിന് ശേഷം ഇതുപോലുള്ള ആവി വരാൻ തുടങ്ങും. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നന്നായി ആവി വരാൻ തുടങ്ങും. കറക്റ്റ് 5.5 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അതിൽ കൂടുതൽ തീയിൽ വയ്ക്കരുത്. 5.5 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മുടെ കുക്കർ തുറന്നു നോക്കാൻ പാടുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ കലത്തപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ക്യൂവറെടുത്ത് കൊത്തി നോക്കാം. ഉള്ളൊക്കെ വെന്തണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. കലത്തപ്പം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കലത്തപ്പം നന്നായി വന്നിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കലത്തപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ കലത്തപ്പം നല്ല സോഫ്റ്റാണ്, നന്നായി ആരെടുത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശർക്കര വെള്ളം നല്ല ചൂടോട് കൂടിയിട്ട് വേണം നമ്മുടെ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് 1 മിനിറ്റ് മുന്നേയും 1 മിനിറ്റിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലുള്ള അടിപൊളി കലത്തപ്പം തയ്യാറാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.
ഫോർ വാച്ചിങ്.